വെൽക്കം ബാക്ക് അഗൈൻ. ഫസലാണ്. അത് ഞാൻ ഒന്ന് വാങ്ങിക്കണ് ദിൽഷാൻ്റെ ഒക്കെ ഒന്ന്. അപ്പോൾ നമ്മളുള്ളത് സോനാമർഗിലോട്ടോ. അങ്ങനെ നമ്മൾ ശ്രീനഗറിൽ നിന്നും അവിടുത്തെ കാഴ്ചകളോടൊക്കെ തൽക്കാലം വിട പറഞ്ഞിട്ട് സോനാമർഗിലെത്തി. സോനാമർഗ് സോന എന്താ സ്വർണ്ണമാണ്. ഇനി ഇവിടുത്തെ എന്താണ് ആ വ്യത്യാസം ഉണ്ടാവും. മാർഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആട്ടിടയന്മാരുടെ സ്വർണ്ണത്തിൻ്റെ ആട്ടിടയൻ എന്താണാവോ. എന്തായാലും ഇതാണ് സോനാമർഗ്. ദേ ആണോ സോനാമർഗ്. ഇന്ത്യൻ ആർമി വെൽക്കംസ് യു. ഇന്ത്യൻ ആർമിയാണ് ഇങ്ങോട്ട് വെൽക്കം ചെയ്യുന്നത് കേട്ടോ. ഫുൾ ആർമിയുടെ അണ്ടറില്ല, അതുകൊണ്ടായിരിക്കും. ഡിഫെൻസ് ലാൻഡ്. ഓ, ഇത് ഡിഫെൻസ് ലാൻഡാ. ഇത് അവരെ സ്ഥലമാണ്. ഓ, ട്രസ് പാസർ വിൽ ബി പ്രോസിക്യൂട്ട്. അങ്ങോട്ട് അതിക്രമിച്ച് കിടന്ന അതേ ഇതിങ്ങോട്ട് അതിക്രമിച്ച് കിടന്ന പ്രോസിക്യൂട്ട് എന്ന് പറയുന്നത്. പുറത്ത് അങ്ങോട്ട് കിടക്കണില്ല. അപ്പം നമുക്ക് നമ്മളെ കാഴ്ചകൾ കാണാം. നമുക്കതല്ലേ നമ്മളെ ലക്ഷ്യം. ജാതി വ്യൂ ആ. അതിൻ്റെ മേലെ കണ്ടില്ലേ, അതിൻ്റെ മേലെയൊക്കെ കോട മൂടി കിടക്കുക. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ മലകളുടെ മുകളിലൊക്കെ ഇപ്പോഴും ഐസ് ഉണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ കയറി അങ്ങോട്ട് എത്തണമെങ്കിലേ 1.5 മാസം എടുക്കും. അല്ല, നമ്മൾ കയറുമ്പോഴാണ് പറഞ്ഞു കേട്ടോ. അത് ഹൈക്കിങ്ങും ട്രക്കിങ്ങും ഒക്കെ ചെയ്യുന്നവർ പെട്ടെന്ന് എത്തും. ഏതായാലും മനോഹരമായിട്ടുള്ള സോനാമർഗിൻ്റെ കാഴ്ചയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇതാണ് ഇവിടുത്തെ വേറൊരു പാർക്ക്. ഇതിൻ്റെ അപ്പുറത്ത് ഉണ്ടല്ലേ. ഇതൊക്കെ ശരിക്ക് മഞ്ഞുകാലത്തായിരിക്കും വലിയ അതിൻ്റെ ഒരു ഫുൾ ബ്യൂട്ടി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞാൻ ഇത്ര നേരം വൈകിട്ടാണെങ്കിലും സോനാമർഗിലേക്ക് വരാൻ തീരുമാനിക്കാൻ കാരണം അതാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കാര്യമായിട്ടൊന്നുമില്ല. ഇവിടുന്ന് ഇനി അങ്ങോട്ടുള്ള കാഴ്ചകളാണ് ഭയങ്കരമായിട്ട്. ഇനി ഇവിടെ എന്തെങ്കിലും ഉണ്ട് എനിക്ക് മിസ്സായിട്ടാണോ എനിക്ക് അറിയാഞ്ഞിട്ടോ അറിയില്ല കേട്ടോ. കാരണം ഞാൻ പല ആളുകളോടും അന്വേഷിച്ചപ്പോൾ ഇവിടെ ഇത്രയും സംഭവങ്ങളുള്ളൂ. ഇവിടെ ഒരു പാർക്കുണ്ട്. ഇവിടെ താഴേക്ക് എന്താ കുളിക്കാന്നോ അവിടെ എന്തോ സംഭവം പറഞ്ഞു. പിന്നെ അങ്ങോട്ട് മേലക്ക് അവിടെ എന്തോ ഒരു ഫിഷിൻ്റെ ഒരു സംഭവം ഉണ്ടാകുന്നു. വെറുതെ പോയി സമയം കളയണ്ടെന്നാണ് ഇവിടുത്തെ ആൾക്കാർ പറയണത്. അപ്പോൾ സോനാമർഗിനെ പറ്റ ഇടിച്ച് താഴ്ത്തല്ല കേട്ടോ. കാശ്മീരിൻ്റെ മറ്റ് മെയിൻ സംഭവങ്ങളായിട്ടുള്ള ഗുൽമർഗും പഹൽഗാമും ഒക്കെ കണ്ടുകാണ്ട് വരുമ്പോൾ സോനാമർഗ് അത്ര ഭയങ്കര ഒരു സംഭവമായിട്ട് ഫീൽ ചെയ്തില്ല. കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ ഫീൽ ചെയ്യുമായിരിക്കും അല്ലേ. ഏതായാലും സോനാമർഗ് സുന്ദരി തന്നെ കേട്ടോ. ഫസ്റ്റ് സോനാമർഗ് വരണ്ടിരുന്നു. അപ്പോൾ കിളി പറയുന്നു. അത് കഴിഞ്ഞിട്ട് മറ്റിടത്തേക്ക് പോയിരുന്നെങ്കിൽ അതിനേക്കാൾ സൂപ്പറാന്ന് പറഞ്ഞേനെ. അപ്പോൾ എല്ലാ വീഡിയോസും നമ്മളെ ചാനലിലുണ്ട്. എല്ലാവരും പോയി കണ്ടോളി. അടിപൊളി കാഴ്ചകളാണ്. കാശ്മീരിൻ്റെ സമ്മർ കാഴ്ചകൾ. എല്ലാവരും വിൻ്റർ കാഴ്ചകളായിരിക്കും കൂടുതൽ കണ്ടിട്ടുണ്ടാവുക. നമ്മൾ സമ്മർ കാഴ്ചകളാണ് കാണിക്കുന്നത്. വിൻ്റർ ഇൻഷാ അല്ലാഹ് വീണ്ടും കാണിക്കാം. 254 ട്രാൻസിറ്റ് ക്യാമ്പുകളുണ്ട്. ഒക്കെ സെർച്ച് ചെയ്താൽ എത്രയാണ് അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ കിട്ടുമായിരിക്കും. അപ്പോൾ ഇതും പാർക്കല്ലേ, ഇതിൻ്റെ ബാക്കിലാണ്. അപ്പോൾ റെസ്ട്രിക്റ്റഡ് ഏരിയയാണ്. അത് ആർമിൻ്റെ ഏരിയ ആയിരിക്കും വേണമെങ്കിൽ. അപ്പോൾ കാഴ്ചകളിലേക്ക് കിടക്കാം നമുക്ക്. എല്ലാ സ്ഥലങ്ങളിലും കാണുന്ന പോലെ വീണ്ടും കുതിരച്ചേട്ടന്മാർ ഇവിടെയുണ്ട് കേട്ടോ. കുതിര മല കയറാൻ മഞ്ഞുകാലത്താണ് ഇവരെ ഡിമാൻഡ്. മല കയറണമെങ്കിലേ ചുള്ളന്മാർ തന്നെ വേണം. നമ്മൾ നടന്ന മേലക്കെത്തൂല. ഇതിനൊക്കെ മേലെ മഞ്ഞ് മൂടി കിടക്കണം. വെള്ളക്കൊട്ടാരം വെള്ളം മലയായിട്ട് മാറാനുള്ള ഈ ഹോട്ടലുകളും ബിൽഡിങ്ങുകളൊക്കെ വെള്ളക്കൊട്ടാരങ്ങളായിട്ട് മാറും. അതിൻ്റെയൊക്കെ മേലേക്ക് കയറണമെന്നുണ്ടെങ്കിലേ നമ്മളെ ചുള്ളന്മാർ തന്നെ വേണം കേട്ടോ. കുറേ കോട്ടയൊക്കെ കുത്തി വെച്ചിട്ടുണ്ട്. അല്ലേ സ്റ്റാർ ഹോട്ടലൊക്കെ ഹോട്ടൽ തന്നെ. നമ്മളെ പാർക്ക്. ഇതാണ് ഒരു പാർക്ക്. ഇതുമല്ല അല്ലേ, ഇതിൻ്റെ അപ്പുറത്താന്ന് തോന്നുന്നു എൻട്രി. അങ്ങോട്ട് വരുമ്പോൾ കണ്ടിരുന്നു ഞാൻ ആ പാർക്കിലേക്കുള്ള വഴി. പക്ഷെ അത് അത്യാവശ്യം ദൂരം ഉണ്ട് കേട്ടോ. വിചാരിച്ച പോലെ അല്ല. ഏതായാലും നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. അവിടെ ഫുള്ള് ഹോട്ടലുകൾ. അവിടെ മേലൊക്കെ ഫുള്ള് മാർക്കറ്റും കാര്യങ്ങളും ലോക്കൽ ഹോട്ടലുകളും കാര്യമാണ്. ഇവിടെയൊക്കെ ഒന്ന് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഹോട്ടലുകളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇതിനപ്പുറത്താണ് നമ്മളെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ അങ്ങനെ കിടക്കുന്നത്. സോനാമർഗിലും നമുക്കൊരു അടിപൊളി പുഴ ഒഴുകുന്നുണ്ട് കേട്ടോ. പുഴ ഇതുവരെ പോയിട്ടുള്ള മെയിൻ ടൂറിസ്റ്റ് ലൊക്കേഷനുകളിലൊക്കെ ഒരു പുഴ ഉണ്ട്. ആ പുഴയും അതിനോട് ചാരിയിട്ട് ഒരു ബ്രിഡ്ജും അതും പല സ്ഥലങ്ങളിലായിട്ട് കണ്ടിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ ബാക്കിൽ ഒരു കുന്ന്. അതൊക്കെ ഉണങ്ങി ഇതായി പോയിട്ടുണ്ട്. കാരണം
അപ്പോൾ സോനാമർഗിൽ നിന്ന് ലേയിലേക്ക് 345 കിലോമീറ്റർ ഉണ്ട്. നിമ്മു എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് 312, കാർഗിലിലേക്ക് 119, അപ്പുറത്ത് ദ്രാസിലേക്ക് 62, ഗുംരി 23, ബൽത്താൽ 15. ഇതിൽ നമ്മൾ ദ്രാസിലേക്കും പിന്നെ കാർഗിൽ ലേക്ക് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന് പുറമെ വേറെയും കുറച്ച് സ്ഥലങ്ങളുണ്ട്. നമ്മൾ വീഡിയോ എടുത്താൽ പോലും മാറിട്ടോ. ഓൾറെഡി ഞാൻ ചോദിച്ചിട്ടാണ് വീഡിയോ എടുത്തത്. അപ്പുറത്ത് തന്നെ നാട്ടി വിട്ട്, അപ്പുറത്തെ വീഡിയോ കംപ്ലീറ്റ് ആയില്ല, കാരണം അതിൻ്റെ മുമ്പ് ഒരു നാട്ടി വിട്ട്, കാരണം ഇത് ഫുള്ള് പോലെ ക്യാമ്പാണേ. അപ്പോൾ അവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ്. പിന്നെ നമ്മളെ കുന്ന് മല കാര്യങ്ങൾ, ഇവിടെ ഒരു ബ്രിഡ്ജ്, അതിൻ്റെ ഇടയിൽ പുഴ, ആ കാഴ്ചകളായിരുന്നു അവിടെ നിന്ന് എടുത്തത്. ഇവിടെ നമുക്ക് ഇനി പോകാനുള്ള നമ്മളെ ലേയിലേക്ക് 345 കിലോമീറ്ററും കൂടി ഉള്ളൂ. ഒരുപാട് കിലോമീറ്ററുകൾ താണ്ടി നമ്മളിതേ ഏകദേശം നമ്മളെ ലേയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുക. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടിട്ടുള്ള, വിസിറ്റ് ചെയ്യാൻ സ്വപ്നം കണ്ടിട്ടുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് ലേ. അപ്പോൾ അതിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുക. ശരിക്ക് ആവേശം ഇങ്ങനെ കൂടി വരുന്നത്, യാത്രയുടെ ക്ഷീണമൊക്കെ അതോടുകൂടി പോകും. അപ്പോൾ നമ്മളെ ലേയുടെ വിശേഷങ്ങൾ നമുക്ക് പങ്കുവെക്കുന്നതിന് മുമ്പ് നമുക്ക് സോനാമർഗ് എക്സ്പ്ലോർ ചെയ്യണ്ടേ. സോനാമർഗിൽ ഈ കുന്നും മലയും മാത്രമല്ലല്ലോ, വേറെ എന്തൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ നിന്നുള്ള വ്യൂ നല്ല രസമുണ്ടല്ലേ. ആ ബോർഡിൻ്റെ ബാക്കിലും ഉണ്ട് കേട്ടോ, എഴുതി വെച്ചിട്ടുണ്ട്. ആര് കാണാനാ, ഇവിടെ എന്തെങ്കിലുമൊക്കെ വരാൻ പോകുന്നുണ്ടോ, അതിൻ്റെ ബാക്കിലും അതിൻ്റെ കിലോമീറ്ററൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ, ആർമി ട്രാൻസിറ്റ് ക്യാമ്പാണ് അപ്പുറത്തുള്ളത്. റോട്ടിലൂടെ കുതിരക്കുട്ടന്മാരെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. കസ്റ്റമേഴ്സിനെ നോക്കി നടക്കുക. ഒരു ജീപ്പിലൊന്നും കണ്ടെങ്കിൽ നിവസിക്കുന്നുണ്ടോ. ഞാൻ റൂം എടുത്തിട്ടുള്ളത് അവിടെ സോനാമർഗ് മാർക്കറ്റ്, അതെ അവിടെ കാണുന്ന ടൗണ്, അവിടെയാണ് ഞാൻ റൂം എടുത്തിട്ടുള്ളത്. അവിടെ ഡോർമെട്രികൾ അവൈലബിൾ ഉണ്ട്. വെറും 200 രൂപ ഉള്ളൂ. ഒരുപാട് പൈസ കൊടുത്തുകാണ്ട് വലിയ റിസോർട്ടും വലിയ സംഭവങ്ങളും എടുക്കണ്ട. അതിനായിട്ട് അല്ലെങ്കിൽ പിന്നെ ഫാമിലി ആയിട്ടൊക്കെ വരുന്നവർക്കും ഓക്കെ, അതെ റിസോർട്ടുകളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ സിംഗിളായിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ട്രാവൽ ചെയ്യുന്നവരാണ് ഞാൻ പറയണത്. 200 രൂപയുടെയൊക്കെ റൂം ഒരു എല്ലായിടത്തും ഉണ്ട്. ശ്രീനഗറിലും ഞാനിപ്പോൾ 200 രൂപയുടെ റൂം എടുത്ത്. അവിടെ ഡിന്നർ ഫ്രീയും ആയിരുന്നു. ഒരു നേരത്തെ ഫുഡ് കഴിക്കണമെങ്കിൽ 100 രൂപ മിനിമം കൊടുക്കണം. അപ്പോൾ 200 രൂപയ്ക്ക് ഡിന്നർ അടക്കം റൂം കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒക്കെ അന്വേഷിച്ച് പിടിച്ച് കണ്ടെത്തി പോവുക. ഇവിടെ ഇപ്പോൾ 200 രൂപ ഉള്ളൂ, അതിൽ ഒന്നുമില്ല. പക്ഷേ 200 രൂപയൊക്കെ നമുക്ക് സുഖമായിട്ട് കടന്നുറങ്ങി. അവിടെ വൈഫൈ ഉണ്ട്, അത് താഴെ ഹോട്ടലുണ്ട്, ഫുഡ് കഴിക്കുക അവിടെ നിന്ന്, അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അല്ലെങ്കിൽ ഇതുപോലത്തെ ഇതിലൊക്കെ നിങ്ങൾക്ക് സുഖസുന്ദരമായിട്ട് അടിച്ചു പൊളിച്ച് താമസിക്കുകയും ചെയ്യാം. എങ്ങനെയായാലും എന്നെ പോലത്തെ വിൽക്കേ ജസ്റ്റ് ഒന്ന് കടന്നുറങ്ങിയാൽ മതി. ഐ ലവ് സോനാമാർഗ്. വീണ്ടും ഐ ലവ് സോനാമാർഗ്. 32 BRTF പ്രോജക്റ്റ്, ബീക്കോൺ 122 RCC ഒക്കെ ആർമിയുടെ എന്തൊക്കെയാണെന്ന് തോന്നുന്നുണ്ട്. കാരണം ആർമിയാണ് ഇവിടെ മൊത്തം. ഐ ലവ് സോനാമാർഗ്. ഒരുപാട് ഇഷ്ടമായി. എന്തോ ഇവിടെ വന്നപ്പോൾ നമ്മളെ യാത്ര ചെയ്ത ക്ഷീണങ്ങളൊക്കെ മറന്നു. മനോഹരമായിട്ടുള്ള ഈ കാഴ്ചയിലേക്ക് അങ്ങ് മുഴുകി. ശരിക്കും ഒരു പാരഡൈസ് തന്നെ കാശ്മീർ. വന്നിറങ്ങിയപ്പോൾ ഇതന്നെല്ലുള്ളൂ കാഴ്ച എന്നുള്ള ചിന്താഗതിയൊക്കെ മാറിയിട്ട് എന്ത് മനോഹരമാണ് സോനാമർഗ് എന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് എന്നെ മാറ്റി. എന്ത് രസ, കുന്നും മലയൊക്കെ അടിപൊളി സംഭവമാണ്. സോനാമർഗ് ക്യാ ഹുവാ ബേട്ടാ. ഐ ലവ് സോനാമാർഗ് എന്ന് എഴുതിയിട്ടുള്ള സോനാമർഗിൻ്റെ പാർക്കാണ് ഇട്ടത്. ഇതാണ് ഇവിടുത്തെ മെയിൻ പാർക്ക്. ഇത് പച്ച അല്ലെങ്കിൽ മൊട്ടക്കുന്ന്, പച്ചക്കുന്ന് അല്ലെങ്കിൽ മൊട്ടക്കുന്ന് എന്ന് പറയാൻ പറ്റുന്ന. എൻ്റെ ബാക്കിൽ മറ്റേ നമ്മളെ പൈൻ ഫോറസ്റ്റും ഇവിടെയും മൊട്ടക്കുന്നും. ഈ മൊട്ടക്കുന്നിൽ കിടന്നിട്ട് ആകാശം കണ്ട് ഇങ്ങനെ കിടക്കുക. അവിടെ ഫാമിലിയായിട്ട് വന്ന് ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുക. അവിടെ സ്നാക്സ് ഇരുന്ന് കപ്പിൾസായിട്ട് സ്നാക്സും ജ്യൂസൊക്കെ ഇരുന്ന് കുടിക്കുക. ഒക്കെ പുറത്ത് വാങ്ങിയിട്ട് വരണം കേട്ടോ, ഇതിനുള്ളിൽ കിട്ടില്ല. അപ്പോൾ അതൊക്കെയാണ് ഇതിനുള്ളിലെ സമ്മർകാല ആക്ടിവിറ്റികൾ. ആളുകൾ തീരെയില്ല. ഈ കാണുന്ന വളരെ ചുരുക്കം കുറച്ച് ആളുകൾ അങ്ങോട്ടൊക്കെ ഉണ്ട്, വളരെ ചുരുക്കം ആളുകളേ ഉള്ളൂ. സീസൺ അല്ലാത്തതുകൊണ്ടാണത്. അപ്പോൾ മഞ്ഞുകാലത്ത് ഇതിൻ്റെ ലെവൽ മാറും. ഇതൊരു വെള്ള കുന്നായിട്ട് മാറും, പച്ചക്കുന്ന്. അപ്പോൾ ആ വെള്ളക്കുന്ന് കാണാനാണ് ആളുകൾ ഇങ്ങോട്ട് ഒഴുകി വരുന്നത് കേട്ടോ. ഇപ്പോഴത്തെ കാഴ്ചകളല്ല, ഇത് ഒന്നുമല്ല.
ഇതിനേക്കാൾ അടിപൊളി കാഴ്ചകളുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ രസം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതേ ആ കാണുന്നത് സ്നോ ആണ്. അവിടെ സ്നോ ഉണ്ട്. ഇങ്ങോട്ടെത്താൻ ഇനിയും സമയമെടുക്കും. അതായത് അവിടെയൊക്കെ പോയി തണുത്തുറഞ്ഞ് കിടക്കുക. ആ മലേൻ്റെ അവിടെ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. അവിടെ നിന്ന് ഇങ്ങോട്ട് താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വരുഞ്ഞ് പിന്നെ ഇവിടെയൊക്കെ മൂടും. 1-2 മാസം കൊണ്ട് മൂടട്ടല്ലേ, തണുക്കട്ടെ. അങ്ങനെ നമ്മൾ ആ പാർക്കിൻ്റെ ഉള്ളിലേക്ക് കിടന്നു കേട്ടോ. ഇതേ നമ്മളെ മൊട്ടക്കുന്നിലേക്ക്. ഇതിപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ട് എന്താ അറിയില്ല, ചാർജൊന്നുമില്ല. പക്ഷെ ഫുള്ള് അവിടുന്ന് ഇങ്ങോട്ട് വന്ന് ഈ തലക്കലാണ് ഇതിലേക്കുള്ള എൻട്രി പോയിൻ്റ് എന്ന് മാത്രം. അങ്ങനെ ദേ കുന്നും മലയും. ഇനി നമുക്ക് കുന്നും മലയും കയറാം. ഇതിൻ്റെ ഉള്ളിൽ കച്ചവടക്കാരെ കണ്ടില്ല, വെറുതെ ഇരിക്കണ്. എവിടെ ആൾക്കാർ വരണ്ടേ. എന്താ കാറ്റ്, മുടിഞ്ഞ കാറ്റാ. ഉള്ള പുല്ലൊക്കെ കുതിര തിന്നല്ലേ. ഞാൻ തിന്നോളേ, മഞ്ഞുകാലം വരിക. അല്ല ഈ മഞ്ഞുകാലമാകുമ്പോൾ ഇവർക്കുള്ള പുല്ലൊക്കെ ഇവിടുന്ന് കിട്ടുക, ശേഖരിക്കുന്നുണ്ടാവില്ല ഒരു വീട്ടിൽ. യാ മോനെ, ഇവിടുന്ന് റോഡും ടൗണൊക്കെ അടിപൊളി കാഴ്ച കേട്ടോ. ഓ രക്ഷയില്ല. അവിടുന്ന് ആലോചിച്ചൊരു മൊട്ടക്കുന്നല്ലേ. ഇവിടെ വന്നപ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള വ്യൂ കാണുന്നത്. സംസാരിച്ച് തള്ളി മറിച്ച് കണ്ടിങ്ങനെ കയറ്റം കയറിയിട്ടാണ് കിടക്കുന്നത്. പിന്നെ മാത്രമല്ല രാവിലെ മറ്റേ ശ്രീനഗർ ഇലക്ഷൻ ആയത് കാരണം ഫുഡൊന്നും കിട്ടിയില്ലായിരുന്നു. ഇപ്പോൾ വൈകിട്ട് ഇവിടെ എത്തിയതിനു ശേഷം ഹോട്ടൽ കണ്ടത്. രാവിലെ ഒരു ചായ ബിസ്ക്കറ്റ് കഴിച്ച് പോകുന്നത്. അവിടെ നിന്ന് നല്ലോണം തട്ടി, രാവിലത്തെ ഉച്ചക്കും കൂടെ തട്ടി. അപ്പോൾ അതിൻ്റെതായ ക്ഷീണമുണ്ട്. ഇത് രസമല്ലേ. ഓളും മഞ്ചത്ത് തന്നെ ചൊറുക്കിൻ്റെ കട്ട. ആ സൂര്യപ്രകാശം ഇങ്ങനെ അടിച്ച് തുടങ്ങുമ്പോൾ തന്നെ അവിടെ സ്വർണ്ണ കളറാവുന്നുണ്ട്. എവിടെ മേലെ സ്വർണം. ദേ അവിടെ നമ്മൾ മഞ്ഞിൽ ആണ്ടല്ലേ. റിസ്ക് എടുക്കണ്ട, അല്ലെങ്കിൽ കുറച്ച് ഫോളോവേഴ്സ് ഉള്ളൂ. അവരും കൂടി പറഞ്ഞേക്കണ്ട, അവരവിടെ നിന്നോട്ടെ. അപ്പോൾ ദേ നമ്മളെ സോനാമാർഗ്. വെൽക്കം ടു സോനാമാർഗ്. ദേ നമ്മളെ കുന്ന് ഇത്രയും കയറി, ഇത്രയും കൂടെ ഉള്ളൂ. പക്ഷെ ഇത് ഭയങ്കര കുത്തനായതുകൊണ്ട് തന്നെ കയറാനേ നല്ല പണിയുണ്ട്. പക്ഷെ കയറിക്കഴിഞ്ഞാൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ കിട്ടുന്ന കാഴ്ച ആലോചിക്കുമ്പോൾ ഈ കയറിയതൊന്നും അല്ലാതാവും. അപ്പോൾ നമുക്ക് മുന്നോട്ട് നീങ്ങാം. ഇവിടെ ശരിക്ക് ടെൻ്റ് അടിക്കാൻ സമ്മതിക്കുന്നുണ്ടാവും. കാരണം അങ്ങനെ ഒരു പ്രശ്നമൊന്നും തോന്നുന്നില്ല. ടെൻ്റൊക്കെ എടുത്ത് പോകുന്നവർക്ക് ഇതേ ഈ താഴെ അല്ലെങ്കിൽ ഈ കുന്നിൻ്റെ മേലെ ഇവിടെ ഒക്കെ ആയിട്ട് ടെൻ്റ് അടിക്കാം. നല്ല തണുപ്പായിരിക്കും രാത്രി. നല്ല സ്ലീപ്പിംഗ് ബാഗൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ടെൻ്റ് അടിക്കാൻ പറ്റിയ സമയമാണ് ഇപ്പോൾ. ബൈക്ക് യാത്രക്കാർക്കൊക്കെ പൊള്ളിയായിരിക്കും. എൻ്റെ ബൈക്ക് മിസ്സാകുന്നുണ്ട് എനിക്ക്. എന്ത് രസമല്ലേ. ഒന്ന് എണീറ്റ് നോക്കല്ലേ എന്തൊക്കെയാണ് ഇവിടെ കാഴ്ചകളെന്നുള്ള. ഇതന്നെ കാഴ്ചകൾ ഇതൊക്കെ തന്നെയാണ്. പക്ഷേ ഇങ്ങനെ സൂര്യൻ ഉദിച്ച് പൊങ്ങി വരുമ്പോൾ കാഴ്ചകൾ ഇങ്ങനെ മാറുന്നുണ്ടെന്ന് മാത്രം. നമ്മളെ ഹില്ലിൻ്റെ മുകളിൽ നിന്ന് ഇതേ താഴേക്ക് നോക്കുമ്പോൾ നമ്മളെ റോഡ് നമ്മളെ ശ്രീനഗറിൽ നിന്ന് വന്ന റോഡ് അതിങ്ങനെ വന്ന് ഇവിടെയാണ് നമ്മളെ പാർക്കിൻ്റെ എൻട്രൻസ്. ഇവിടെ ആയിട്ടാണ് ഉള്ളത്. പിന്നെ അങ്ങോട്ടാണ് അവിടെയാണുള്ളത്. പിന്നെ റോഡ്, അപ്പുറത്ത് പുഴ, ഇപ്പുറത്ത് മല, എല്ലാം കൂടെ ഇങ്ങനെ നല്ല രസമുണ്ട് കാണാൻ. അങ്ങോട്ടാണ് നമ്മളെ സോനാമാർഗ് ടൗൺ അവിടെ കാണുന്നത്. അവിടെയാണ് നമ്മളെ ഹോട്ടലൊക്കെ ഉള്ളത്. ചീപ്പ് ഹോട്ടലുകളും കാര്യങ്ങളൊക്കെ അങ്ങോട്ടാണുള്ളത് കേട്ടോ. 200 രൂപയുടെ ഡോർമെറ്ററിയാണ് അവിടെ കിട്ടിയിട്ടുള്ളത്. ഒരു കുഴപ്പമില്ല, നല്ല അടിപൊളി. വൈഫൈയും ഉണ്ട്, നല്ല ബെഡ്, ബ്ലാങ്കറ്റ് കാര്യങ്ങൾ അതും ഉണ്ട്, ഹീറ്ററുണ്ട്, എല്ലാം ഉണ്ട്. അടിപൊളി. അതും ഡോർമെറ്ററിൻ്റെ ഉള്ളിൽ തന്നെ ബാത്റൂമും ഉണ്ട്. അടിപൊളിയാണ്, സൂപ്പർ. പിന്നെ കാഴ്ചകൾ രക്ഷയില്ല. പൊളിയല്ലേ.
അങ്ങനെ നമ്മൾ കുന്നും മലയൊക്കെ കയറി മേലേക്കെത്തി, മഞ്ഞിൻ്റെ അടുത്തെത്തി. ഇവിടെ വന്ന് നോക്കുമ്പോൾ ഈ മല ഇനി ഇപ്പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇവിടെ ദേ ഇങ്ങനെ ഒരു പച്ച പുൽ മൈതാനമുണ്ട്. അവിടെ ആളുകൾ 1-2 ആളുകളൊക്കെ ഉണ്ട്, അത്രേ ഉള്ളൂ. അവിടെ ദേ ഒരു ലേക്ക് ഉണ്ട്, കുറച്ച് വെള്ളം ഉണ്ട് അതിൽ. കാഴ്ച ഒരു രക്ഷയില്ല, കാറ്റും ഒരു രക്ഷയില്ല, രണ്ടും പൊളിയാണ്. ഇവിടെ കല്ലുകളും കാര്യങ്ങളുണ്ട്. പിന്നെ കുറച്ച് നേരം കാറ്റും കൊണ്ട് ആകാശവും നോക്കി സൂര്യൻ വരുന്നത് നോക്കി ഇങ്ങനെ കിടക്കട്ടോ. കുറച്ചൊരു റെസ്റ്റ്, ഇനി റെസ്റ്റ് ടൈം. സൂപ്പറാ, പോന്നോളേ, കാശ്മീർക്ക് പോന്നോളേ. നേരെ ഒന്നും കൂടെ ഇങ്ങനെ സൂര്യൻ പൊന്തി പൊന്തി വരുന്നുണ്ട്. ഞാനിതേ ഇവിടെ കിടന്നിട്ട് കാണുന്ന കാഴ്ചകളാണിട്ടത്. എന്താ തണുത്ത കാറ്റ്. ഇവിടെ ആരുമില്ല ചുറ്റുവട്ടത്തും. വന്നവർ പോയോ അതോ ഇനി കാണാഞ്ഞിട്ട് അപ്പുറത്തെ സൈഡിലുണ്ടോയെന്നറിയില്ല. പക്ഷെ ഒരു രക്ഷയില്ലാത്ത കാഴ്ചകളാണ്. നല്ല തണുപ്പും തണുത്ത കാറ്റും. നിങ്ങൾക്ക് ഇതിൽ തന്നെ ആ കാറ്റ് ഫീൽ ചെയ്യുന്നുണ്ടാവും. അത്രയും തണുത്ത കാറ്റ്. എന്ത് രസമാണെന്നറിയോ. ഇതേ ഐസ് കൂടുതൽ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. വീഡിയോയിൽ കാണുന്നുണ്ടോയെന്നറിയില്ല. ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. എന്താ രസം എന്നറിയോ. ഇവിടെ കിടന്നിട്ട് ഇതേ ഈ ആകാശം നോക്കിയിട്ട് ഇങ്ങനെ കിടക്കുക. ചുറ്റുവട്ടത്തുള്ള കാഴ്ചകളും കാറ്റും ആസ്വദിച്ച് തണുത്ത് മരവിക്കുന്നുണ്ട്. ഓക്സിജൻ പൊതുവെ മല കയറുമ്പോൾ കുറഞ്ഞു വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കിതക്കുന്നതും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഓടരുത് എന്നാണ് ആൾക്കാർ പറഞ്ഞത്. ഓക്സിജൻ്റെ അളവ് കുറവായിരിക്കും, അതുകൊണ്ട് തന്നെ ഓടിക്കഴിഞ്ഞാൽ ശ്വാസം കിട്ടില്ല എന്നുള്ളത്. ഏതായാലും ഭയങ്കര ഫീലിംഗ് കേട്ടോ. ഒരു രക്ഷയില്ല. സോനാമർഗിനെ കുറിച്ച് ഞാൻ നേരത്തെ കുറ്റം പറഞ്ഞ് ഞാൻ തിരിച്ചെടുക്കുന്നു കേട്ടോ. ഭയങ്കര മനോഹരമാണ് സോനാമർഗ്. എന്ത് കാറ്റാന്നറിയോ, അടിപൊളി കാറ്റ്. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ. എന്താ ഫീല്. അപ്പോൾ എല്ലാവർക്കും നമ്മളെ സോനാമർഗിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്ത് ഞങ്ങളെ കൊല്ലും. എന്ത് രസമറിയോ. ഒന്നും പറയാനില്ല മക്കളെ. സോനാമർഗ് അതൊരു സ്വർണം തന്നെ. മൊത്തം സ്വർണ്ണ കളറിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് സോനാമർഗ്. കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ സൂര്യപ്രകാശം അടിച്ചിട്ട് ഇതിൻ്റെ കളറും ഒക്കെ മാറിയിട്ട് വേറൊരു സോനാമർഗായിട്ട് മാറും. അതിനായിട്ട് കാത്തിരിക്കാം നമുക്ക്. മഞ്ഞ് എന്താല്ലേ. ആ മഞ്ഞ് ഇവിടെയൊക്കെ ഉണ്ടാകുമ്പോൾ എന്ത് രസമായിരിക്കും. അപ്പോൾ അടുത്ത പ്രാവശ്യം നമുക്ക് മഞ്ഞ് കാലത്ത് വരാം. ഇവിടെ മഞ്ഞുണ്ട്, ഇങ്ങോട്ട് മഞ്ഞുണ്ട്, അങ്ങോട്ട് മഞ്ഞുണ്ട്, അവിടെ താഴേക്കൊക്കെ അവിടെയൊക്കെ ഉണ്ട് മഞ്ഞ്. ഇവിടുന്ന് കയറിയാൽ ചിലപ്പോൾ ഒന്നും കൂടെ കൂടുതൽ മഞ്ഞ് കാണാൻ പറ്റുമായിരിക്കും. സൂപ്പർ. അപ്പോൾ എല്ലാവർക്കും നമ്മളെ സോനാമർഗിൻ്റെ കാഴ്ചകൾ ഇഷ്ടമായി എന്ന് കരുതുന്നു. അടിപൊളി ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു, ബൈ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർക്ക് ഒരു മുന്നറിയിപ്പുണ്ട്, വേഗം സബ്സ്ക്രൈബ് ചെയ്തോളി. ഇനി നമ്മൾ ലേയും ലഡാക്കും ഒരുപാട് കാഴ്ചകൾ കാണാൻ കിടക്കുക. താങ്ക് യു, ബൈ.